ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളോവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വം കരയേറ്റുന്നു. പകൽക്കാലം ഞങ്ങളെ കരുതുകയും ഇതുവരെ സംരക്ഷിക്കുകയും ചെയ്തതോർത്ത് സ്തുതി കരയേറ്റുന്നു. ആയുസ്സും ആരോഗ്യവും നന്മയും തന്നതോർത്ത് ദൈവത്തെ മഹത്വീകരിക്കുന്നു. നിന്റെ കൃപയ്ക്കൊത്തുവണ്ണം നീ ഞങ്ങളെ ഉയർത്തിയതിനും പരിപാലിച്ചതിനുമായി നന്ദി പറയുന്നു. എങ്കിലും അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ അകന്നുപോയ നിമിഷങ്ങൾ ഓർത്ത് അനുദപിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മോചിച്ചു തരണമേ. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ ശിരസ് മുതൽ പാദം വരെയും കഴുകണമേ. ഈ മധ്യാഹ്നം പിന്നിട്ട നാഴികയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ അവസരം തന്നതോർത്ത് മഹത്വം കരയേറ്റുന്നു. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടതായ ആത്മീയ ആഹാരം അങ്ങ് പങ്കുവെക്കുന്നതോർത്ത് സ്തുതി കരയേറ്റുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിലിരിക്കുമ്പോൾ അങ്ങയുടെ അടുത്തിരിക്കുന്ന അനുഭവം ഉണ്ടാകുവാനും വിശുദ്ധീകരിക്കപ്പെടുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ദൈവകൃപ കൊണ്ട് നിറയാനും ഒരു പുതിയ മനുഷ്യനായി പുതിയ ശക്തി ആർജിച്ചുകൊണ്ട് മുന്നോട്ട് ഇറങ്ങുവാനും കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ സകല പൈശാചികമായ ബാധകൾ, ബന്ധനങ്ങൾ, കെട്ടുകളെല്ലാം ഈ പ്രിയപ്പെട്ടവരിൽ നിന്ന്, ഈ ശുശ്രൂഷയിൽ നിന്ന്, ഇവിടെ നിന്ന്, ഈ സ്റ്റുഡിയോയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അനേക ആളുകൾ കർത്താവിന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാൽ. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാൽ. ഒരു നാള് നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ. മമനാഥനെയൊന്നു കാണുക ദിനം കാത്തു പാർത്തിടുന്നു. മമനാഥനെയൊന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വചനം 1 കൊരിന്ത്യർ 3:14 ഓരോരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഹല്ലേലൂയ. നമ്മളുടെ പ്രവൃത്തികൾ നിലനിന്നാൽ പ്രതിഫലം കിട്ടും. അർത്ഥം എന്താണ്? നമുക്ക് നമ്മുടെ പ്രവൃത്തികളെല്ലാം ശോധന ചെയ്യുന്ന ഒരു കാലയളവുണ്ട് എന്ന് പറയുന്നു. തീയിലൂടെ ശോധന ചെയ്യുമ്പോൾ അതിൽ വക്യോല്, പുല്ല്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചാൽ അത് കത്തി എരിഞ്ഞു തീരുന്നു. എന്നാൽ സ്വർണവും വെള്ളിയും അതുപോലെയുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ശോഭയുള്ളതായി, തെളിവായി വരുന്നതായിട്ട് കാണാനായിട്ട് സാധ്യമാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശോധന ചെയ്യുന്ന ദിവസത്തിൽ വെന്തുപോകാത്ത ആ പ്രവൃത്തികൾക്ക് നാം ഉടമയാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വെന്തുപോകാത്ത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത്? നാം സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരായി ഇവിടെ ജീവിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾക്ക് പരിശുദ്ധാത്മാവ് നൽകിയ സന്ദേശമായിരുന്നു, നിങ്ങൾ ഭൂമിയിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഏറ്റുപറയുമ്പോൾ പിതാവുമായിട്ടുള്ള ബന്ധം അപ്പോൾ തന്നെ സ്വർഗത്തിൽ കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സ്ലീഹ പറയുന്നുണ്ട്, താനോ രക്ഷിക്കപ്പെടുമെന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകത്ത് ക്രിസ്തുവിന് വേണ്ടി നിന്ന് ക്രിസ്തുവിന്റെ സാക്ഷികളായി യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്വർഗീയ ബന്ധം നേടാൻ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. നോക്കിക്കൊള്ളുക, നാം ഈ ഭൂമിയിൽ 2 രീതിയിലുള്ള സമ്പാദ്യത്തിന് ഉടമയാകാം. ഒന്ന് വെന്തുപോകുന്ന സമ്പാദ്യത്തിന്, നാം മരിച്ച് തീരുമ്പോൾ, ഈ ലോകം വിട്ടുപിരിയുമ്പോൾ ഇവിടെ തീരുന്ന ആ സമ്പാദ്യം. 2 നിലനിൽക്കുന്ന സമ്പാദ്യം. ദൈവമക്കളെ, ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്നവർ, വളരുന്നവർ അപ്രകാരം സ്വർഗീയ പൗരത്വമുള്ളവരായി മാറുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെ ദൈവം അപ്രകാരമാക്കുന്നു. പരിശുദ്ധ സഭയിലേക്ക് ചേർന്ന് നിങ്ങളെ ബന്ധിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. നഷ്ടപ്പെട്ടു പോകാത്ത സമ്പാദ്യത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കൂ. പുഴുവും തുരുമ്പും കടക്കാത്ത സമ്പാദ്യത്തിന് വേണ്ടി ആഗ്രഹിക്കൂ. പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ, ഈ ശുശ്രൂഷയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ
നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുവാൻ, ഇവരുടെ ജീവിതം ഉയർച്ച പ്രാപിപ്പാൻ, ഇവരുടെ ജീവിതം സമാധാനത്തിൽ നിറയുവാൻ, ഇവരുടെ ജീവിതത്തിൽ അന്ധകാരം മാറുവാൻ, ഇവരുടെ ജീവിതത്തിൽ നിന്ന് ശാപം മാറുവാൻ, ഇവരുടെ ജീവിതത്തിൽ കൃപയിറങ്ങി വ്യാപരിപ്പാൻ, ഇവരുടെ ജീവിതം ശോഭ കൊണ്ട് നിറയുവാൻ, ഇവരുടെ ജീവിതം അനുഗ്രഹമായി മാറുവാൻ, ഇവരുടെ ജീവിതം സ്വർഗീയ ആനന്ദം കൊണ്ട് നിറയുവാൻ, പരിശുദ്ധ അഭിഷേകം കൊണ്ട് നിറയുവാൻ, കൃപയാൽ നിറഞ്ഞു വരുവാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല പൈശാചികമായ ബാധകൾ, ബന്ധനങ്ങൾ, കെട്ടുകളെല്ലാം പൊട്ടപ്പെടട്ടെ. സൗഖ്യമാക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ജയം നൽകുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ.